Hello മക്കളെ അപ്പോൾ നമ്മൾ എല്ലാവരും 10th ലെ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്നുള്ള ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ കുറേ പേരുടെ മനസ്സിലെങ്കിലും ഒരു ടെൻഷനും ഒരു പേടിയും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ട്രിഗണോമെട്രി വലിയൊരു സംഭവമാണ്, ഭയങ്കര പാടാണ്, ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാം നമ്മുടെ എക്സാമിന് ഫാമിലിയുടെ കൂടെ മക്കൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററും നമ്മൾ പുഷ്പം പോലെ എന്താണ് ഈസി ആയിട്ട് പഠിക്കും അല്ലേ? നമുക്ക് ഈ 10th വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഒന്നാണ് നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് വളരെ അധികം മാർക്കിനാണ് നമ്മൾ വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ട്രിഗണോമെട്രി. അപ്പോൾ അതുകൊണ്ട് ട്രിഗണോമെട്രി സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല, പ്രത്യേകിച്ച് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയിലെ മക്കളാകുമ്പോൾ. അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രി എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിലുള്ള കുറേ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലേ? ഓരോ പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക, അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്വസ്റ്റ്യനും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിലുള്ള കുഞ്ഞേ എന്താണ് ടോപ്പിക്സ്, ഓരോ ടോപ്പിക്സ് നമ്മൾ എന്താക്കണം കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും തറോ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഷ്യോ, അത് ചാപ്റ്ററിലെ ഫസ്റ്റിലാണ് നമ്മൾ റേഷ്യോ ആണ് പഠിക്കുന്നത് അല്ലേ? നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്ററാണ്. ഇപ്പോൾ ട്രയാങ്കിൾസിൻ്റെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകതരം ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റേഷ്യോസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് നമ്മുടെ റേഷ്യോസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ഒരു ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് നമുക്കറിയാം, ഒബ്വിയസ്ലി ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആണ് അല്ലേ? നമ്മൾ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൽ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ഇവിടെ 45 ഡിഗ്രി. ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം എന്താണ് 90, 45. ദെൻ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ 90, 45, 45 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇങ്ങനെ ആംഗിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ സൈഡ്സിന് ഒരു പ്രത്യേക തരം റേഷ്യോ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഏതാണ് ആ റേഷ്യോ എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള ആംഗിൾ? 45, 45 ആൻഡ് 90. ഓക്കെ, 45, 45, 90 എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ ആംഗിൾസ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന് എന്തുണ്ടായിരിക്കും? ഒരു പ്രത്യേക തരം റേഷ്യോ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1:1:1:1:2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? 1:1:2 എന്നാണ്. ഇതിന് നമ്മൾ വേറൊരു ഭാഷയിൽ ഇങ്ങനെ എഴുതാറുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഇവിടെ എക്സ് ആണ്. ഇവിടെ നമ്മൾ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ എക്സ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ x√2 എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. 45 ഡിഗ്രിക്ക് ഏതാണോ സൈഡ് വരുന്നത് അത് തന്നെയായിരിക്കും അപ്പുറത്ത് 45 ഡിഗ്രിക്കും വരിക അല്ലേ? അതായത് ഈ 45 ഡിഗ്രിയുടെ സൈഡ്, അതായത് ഈ സൈഡും ഈ സൈഡും ഈ 45 ഡിഗ്രിയുടെ ഈ സൈഡും എന്തായിരിക്കും? 1:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. അതും സെയിം ലെങ്ത് ആയിരിക്കും. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ, അങ്ങനെയായിരിക്കും വരിക. ദെൻ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്താ പ്രത്യേകത? 1:1:2 ആണ് നമ്മുടെ റേഷ്യോ. സോ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ഒരു √2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ നമുക്കിപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ ലെങ്ത്തിൻ്റെ കൂടെ ഒരു √2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2√2 എന്ന് വരും. ഇനി ഇതിപ്പോൾ 3 ആയിരുന്നെങ്കിലോ ഇവിടെ 3√2 വരും. ഇനി 4 ആയിരുന്നെങ്കിലോ 4√2 വരും. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്താണോ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ കൂടെ ഒരു √2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ആളെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ള നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ? ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? 45, 45, 90 ഡിഗ്രി ട്രയാങ്കിൾ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത്.
ഇനി ഇത് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഇതിൽ നിന്നും ഏതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ ആണ് അല്ലേ, വെറുതെ ഉള്ള ഒരു ട്രയാങ്കിൾ അല്ല. എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളിൽ നമ്മുടെ അടുത്ത് തന്നിട്ടുള്ളത് എന്താണ്? ആംഗിൾ എ 45 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എന്താണ്? 90 ഡിഗ്രി ആണ്. എ ബി 10 സെന്റിമീറ്റർ ആണ്. എ ബിന്റെ ലെങ്ത് വന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സിയുടെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ എ സി 90 ഡിഗ്രിയുടെ ഈ എ സി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 45 ആണ്, ഇവിടെ 90 ആണ്. അങ്ങനെയാണ് ഈ റിമൈനിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ടോട്ടൽ ആംഗിൾ സം എത്രയാണ്? 180 ആണ്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇവിടെ 45 ആണ്, ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ട്രയാങ്കിളാണ് കിട്ടിയത്? 45 45 90 ഡിഗ്രി എന്നുള്ള ട്രയാങ്കിളാണ് നമ്മൾ കിട്ടിയത് അല്ലേ. ഇതിന്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 45 45 90 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി. ഇതിന്റെ റേഷ്യോ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? 1:1:√2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1:1:√2 എന്നാണ് ഇതിന്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓൾറെഡി നമുക്ക് 45ന്റെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് എത്രയാണെന്ന് അതാ ഇവിടെ 10 സെന്റിമീറ്റർ ആണ് അല്ലേ. ഈ 45ന്റെ ഓപ്പോസിറ്റ് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് 10 ആണ്. ദെൻ അപ്പോൾ ഈ 45ന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? ഇവിടെയും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഒരു ഡൗട്ടും ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്? 10 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് നമ്മളുടെ അടുത്ത് എ സി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1:√2, ഇവിടെ 2 ആണെങ്കിൽ 2:√2. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 10:√2 ആയിരിക്കും. സോ ഇവിടെ എന്താണ് വരിക? 10√2 എന്നാണ് നമുക്ക് വരിക അല്ലേ. അതായത് ഇവിടെ x ആണെങ്കിൽ ഇവിടെ x√2. സോ നമുക്ക് ഇവിടെ 10 ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? 10√2 എന്ന് വരും. സോ ലെങ്ത് ഓഫ് എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സി ഈസ് ഈക്വൽ ടു 10√2 എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടില്ല. സൈഡിന്റെ ലെങ്ത് ആണ്. ലെങ്ത്തിന് നമുക്ക് എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. സെന്റിമീറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ള യൂണിറ്റ്. സോ ഇവിടെ എന്ത് വരും? 10√2 സെന്റിമീറ്റർ എന്ന് തന്നെ നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 45 45 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ 1:1:√2 ആണ് നമ്മുടെ റേഷ്യോ. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? ഏതാണോ തന്നിട്ടുള്ളത് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സൈഡ് കണ്ടുപിടിക്കാൻ പറ്റൂലേ. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെയാണ്? നമ്മളിപ്പോൾ പറയുകയാണ് ഇവിടെ നമുക്ക് എക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിലപ്പോൾ സപ്പോസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് എക്സ് അതുപോലെ തന്നെ x√2 ഇങ്ങനെ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ഓൾറെഡി അറിയാം അല്ലേ. എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ x√2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10:√2 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10√2 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ് വെച്ചിട്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മനസ്സിലാക്കി ചെയ്താൽ മതി. രണ്ടും സെയിം തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ എക്സ് നമുക്ക് കാണുമ്പോൾ പേടിയാവുന്നതുകൊണ്ട് നമ്മൾ എക്സ് എഴുതിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെയും എഴുതാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലത്തെ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. അടുത്ത എന്താണ് പറയുന്നത്? ഇൻ ട്രയാങ്കിൾ PQR ആംഗിൾ Q ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിവിടെ ആംഗിൾ Q തന്നിട്ടുണ്ട് എത്രയാണ്? 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആംഗിൾ പി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു 90 ഉണ്ട്, ഒരു 45 ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എഴുതാം എന്താണ് ഇപ്പുറത്തുള്ളത്? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ QR എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. QR 5 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PR? PR-ന്റെ ലെങ്ത് എന്തായിരിക്കും? ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? PR. ആരാണ് PR? ഇതാണ് നമ്മുടെ PR. PR-ന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല അല്ലേ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 45 ഡിഗ്രി 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് റേഷ്യോ അറിയാം. എന്താണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്? 1:1:√2 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. 45ന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. 45ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ദെൻ ഇവിടെയും 45ന്റെ ഓപ്പോസിറ്റ് 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്താണോ അതിൻ്റെ കൂടെ √2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5√2
ആയിരിക്കും അല്ലേ. ഇവിടുത്തെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എത്രയാ 5 ആണ്. സോ എക്സ് √2 എന്ന് പറയുന്നത് എന്താണ് 5 × √2 ആണ്. ദാറ്റ് ഈസ് 5√2 സെന്റിമീറ്റർ. 5√2 എന്ത് കിട്ടി സെന്റിമീറ്റർ എന്ന് കിട്ടി. സോ ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഏതാണ് ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 5√2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ നമ്മുടെ 5√2 ഓക്കെ കിട്ടിയല്ലോ ഈസി ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ആളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത എന്താണ് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ 45 ഡിഗ്രി ആണ്, ഇവിടെ 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5√2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5√2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ABBC എന്തായിരിക്കും AB എന്തായിരിക്കും BC എന്തായിരിക്കും ABയുടെയും BCയുടെയും ലെങ്ത് സെയിം ആയിരിക്കും എന്ന് നമുക്കറിയാം. ABBC എന്തായിരിക്കും AB എന്ന് പറയുന്നത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ റേഷ്യോ അറിയാം 45 ഡിഗ്രി ദെൻ 90 ഡിഗ്രി. റേഷ്യോ ഏതാണ് 1:1:√2 ആണ് നമ്മുടെ എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 90യുടെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പം ഇവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട് x√2. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ 5√2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 90യുടെ ഓപ്പോസിറ്റ് വരുന്ന ആള് 5√2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ 90യുടെ ഓപ്പോസിറ്റുള്ള ആളെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കണ്ടുപിടിക്കണം അല്ലേ. ഈ എക്സ് നമുക്ക് കണ്ടുപിടിക്കണം 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ആളെനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി നമുക്ക് ഓൾറെഡി x√2 നമുക്കറിയാം എന്താണ് 5√2 ആണ് അല്ലേ. x√2 നമുക്കറിയാം 5√2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് എങ്ങനെയാണ് കിട്ടുന്നത് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഈ √2 നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. ഈ √2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക x = 5 ആയിരിക്കും അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണ് 5 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കാം എന്താണ് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക √2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് √2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും √2 നമുക്ക് കളയാൻ പറ്റും അല്ലേ. ഈ എക്സിൻ്റെ കൂടെയുള്ള √2നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം എങ്ങനെയാണെങ്കിലും ഇത് എന്താണ് ക്യാൻസൽ ആയി പോകും എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് രണ്ടും എന്താണ് ക്യാൻസൽ ആയി. ഈ √2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ x = 5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. അപ്പം നമുക്ക് എന്ത് കിട്ടി AB എന്ന് പറയുന്നതും BC എന്ന് പറയുന്നത് എത്രയാണ് 5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ഇവിടെ 5 സെന്റിമീറ്റർ കിട്ടും, ഇവിടെയും എന്ത് തന്നെയാണ് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അപ്പം 90യുടെ ഓപ്പോസിറ്റ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടണം ചെയ്യാൻ കിട്ടണം അല്ലേ. അതായത് x√2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്നും x ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 5:5 എന്ന് കിട്ടി. അപ്പോൾ 5:5 ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ ഇനി ഇവിടെ നോക്കിക്കേ അടുത്ത എന്താണ് ഇവിടെ ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 45 ഡിഗ്രി ഇതേ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2√2 ആണ്. ഓക്കെ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിട്ടുള്ളത് 2√2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 90യുടെ ഓപ്പോസിറ്റ് AC ആണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ACയുടെ മെഷർമെന്റ് എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സിമിലർ ആണ് അല്ലേ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ 90യുടെ ഓപ്പോസിറ്റ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു 45 ഡിഗ്രി ദെൻ എന്താണ് 90 ഡിഗ്രി. 45ന്റെ ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 1:1:√2 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ 45ന്റെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് 2√2 ആണ്. അപ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് 2√2 ആണ്. അപ്പോൾ 2√2 ദെൻ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് എന്താണ് അപ്പോൾ ഇവിടെ എന്താണോ അതിൻ്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്താണ് 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2√2 ആണ്. അങ്ങനെയാണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇവിടുത്തെ നമ്മുടെ എക്സ് എന്ന് പറയുന്നതാണ് 2√2. അങ്ങനെയാണെങ്കിൽ നമുക്ക് x√2 ആണ് വേണ്ടത്. x√2 എന്ന് പറയുമ്പോൾ എന്താണ് 2√2ന്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2√2ന്റെ കൂടെ എന്ത് ചെയ്യണം √2 മൾട്ടിപ്ലൈ ചെയ്യണം. 2√2ന്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക √2 × √2 എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണ് അല്ലേ. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 × 2 എന്ന് വരും. √2 × √2 എന്ന് പറയുന്നത് എത്രയാണ്
2 ആണ്. അപ്പോൾ 2 × 2 എന്നാണ് നമുക്ക് വരിക. ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. എന്താണ് നമുക്ക് കിട്ടുന്നത്? 4 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ 2√2 ആണ്, ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 2√2 ആയിരിക്കും. കാരണം ഇവിടെ നമുക്കറിയാം 45 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2√2 ആണ്, ഇവിടെ 2√2 ആണ്. ഇതിൻ്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്തതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇത് ഇവിടെ കിട്ടുന്നത് അല്ലേ? 90യുടെ ഓപ്പോസിറ്റ് കിട്ടുന്നത് എന്താണ്? 2√2ൻ്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 4 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. 45, 45, 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഏത് റേഷ്യോ ആലോചിക്കണം? 1:1:√2 എന്നുള്ള റേഷ്യോ ആലോചിക്കുക. എന്നിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യരുത്, ഒരു മാർക്ക് പോലും മക്കൾ മിസ്സാക്കരുത്. അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ അത്രയും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന് എന്താക്കാൻ പോവാണ്? ഒരു ക്യാപ്സ്യൂൾ പോലെ മക്കൾക്ക് വേണ്ടി തരാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. അതിൻ്റെ ആൻസറും എല്ലാവരും എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ റെഡിയാണ്. ഇവിടെ ഇതാ 45 ഡിഗ്രി കേട്ടോ. ഇത് 45 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 3√2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് കണ്ടുപിടിക്കണം? എ ബിയുടെ ലെങ്ത് എന്താണ്? എ ബിയുടെ ലെങ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ട്രിഗ്നോമെട്രിയുടെ ഈ ചാപ്റ്റർ, നമ്മുടെ ത്രികോണമിതി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലുള്ള ഓരോ ടോപ്പിക്സും നമ്മൾ ഇതുപോലെ ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് SSLCയിൽ ഫുൾ A+ വാങ്ങാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ആൻസറൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.